പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 16-ാം ദിവസം. ഉണ്ണിമിശിഹായുടെ പിറവിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ കന്യകയും വിശുദ്ധ യോസേപ്പും ബത്ലഹത്തിലെ ജനനിബിദ്ധമായ തെരുവുകളിൽ നിന്നും അജ്ഞാതവും പരിത്യക്തവും അഗണ്യവുമായ ഒരു ഗുഹയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് നാൽക്കാലികളുടെ വാസസ്ഥലത്ത് വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. എത്ര വിസ്മയാവഹമാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ! ഈ ബ്രഹ്മകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അപരിമിതനായ ദൈവം മറ്റുള്ളവർക്ക് കൊട്ടാരങ്ങളും രമ്യഹർമ്മങ്ങളും ഒരുക്കി കൊടുക്കുന്ന ദൈവത്തിന് ഒരു വാസസ്ഥലം ലഭിച്ചില്ല. അവിടുത്തേക്ക് രാജകൊട്ടാരത്തിലോ പ്രഭുക്കന്മാരുടെ മണിമന്ദിരങ്ങളിലോ വന്നു ജനിക്കുവാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അത് സ്വയം പരിത്യജിച്ച് ദരിദ്രരിൽ ദരിദ്രനായി പുൽക്കൂട്ടിൽ വന്നു പിറക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളെ അമ്മാനമാടുന്ന അവിടുത്തേക്ക് അർദ്ധരാത്രിയിലെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗമില്ല. കൊടും തണുപ്പിൽ ദിവ്യശിശുവിന്റെ മൃദുലമേനി വിറയ്ക്കുന്നു. ഈ വിലപനീയമായ അവസ്ഥ പരിശുദ്ധ കന്യകയ്ക്ക് വളരെ ദുഃഖത്തിന് കാരണമായി. എങ്കിലും മേരി കഴിവിനനുസരിച്ച് യേശുവിന്റെ ക്ലേശങ്ങൾ ലഘൂകരിക്കുവാൻ പരിശ്രമിച്ചു. ദിവ്യശിശുവിനെ അവളുടെ സ്നേഹത്തിന്റെ ഊഷ്മാവിലും ഭക്ത്യാദര പൂർണമായ ആരാധനയുടെ പര്യങ്കത്തിലും കിടത്തി മാറോട് ചേർത്ത് സമാശ്ലേഷിച്ചു. അവിടുത്തെ കോമള കളേഭരത്തിൽ 1000 ചുംബനങ്ങൾ അർപ്പിച്ചു. അത്ഭുതപൂർണമായി അവൾ ദിവ്യശിശുവിനെ നോക്കിക്കൊണ്ടു തന്നെ നിന്നു. മണിക്കൂറുകൾ തന്നെ കടന്നുപോയത് അറിഞ്ഞില്ല. മേരിയുടെ ഉള്ളിൽ അവാച്യമായ ആനന്ദമുളവായി. സ്രഷ്ടാവും പരിപാലകനും പരിത്രാതാവുമായ ദൈവം അവളുടെ അരുമസുതനായി കരതാരിൽ പള്ളികൊള്ളുന്നത് കണ്ണും കരളും കുളിർക്കെ കണ്ടുനിന്നു. അപരിമിതൻ ഏറ്റവും ചെറിയവനായി സൃഷ്ടാവ് സൃഷ്ടിയായി, സർവശക്തൻ ബലഹീനനായി അവിടെ ശയിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ഹൃദയംഗമമായി അവൾ അത് അംഗീകരിച്ച് ഭക്തിസ്നേഹ ബഹുമാന പുരസരം അവിടുത്തെ ആരാധിച്ചു. യേശുവിന്റെ അഗാധമായ എളിമ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. അവിടുന്ന് സ്വയം ശൂന്യനാക്കി ക്രിസ്തീയമായ എളിമ മിശിഹായുടെ ശൂന്യമാക്കലിനുള്ള ഭാഗഭാഗിത്വമാണ്. അഹങ്കാരത്താൽ നശിച്ച മനുഷ്യനെ എളിമയിലൂടെ അവിടുന്ന് രക്ഷിക്കുന്നു. മിശിഹായുടെ ആഗമനത്തിൽ ശ്രവിച്ച സ്വർഗീയ ഗാനം ഉന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ്. ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവിടുത്തെ സന്ദർശിക്കുന്നു. അവർ ശിശുവിനെ ആരാധിച്ച് അനർഘ നിക്ഷേപങ്ങൾ കാഴ്ചവെച്ചു. നാം ദിവ്യകാരുണ്യ സ്വീകരണാവസരത്തിൽ എത്രമാത്രം സ്നേഹവും തീക്ഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിക്കുന്നുണ്ട്. മിശിഹായ്ക്ക് 3 ജനനങ്ങളുണ്ടെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഒന്നാമത്തേത് നിത്യത്വത്തിൽ പിതാവിൽ നിന്നുള്ള ജനനം. രണ്ടാമത്തേത് കാലത്തിന്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള ജനനം. മൂന്നാമത്തേത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള അവിടുത്തെ ആധ്യാത്മിക ജനനമാണ്. ആ ജനനത്തിലും പരിശുദ്ധ കന്യകയ്ക്ക് ഒരു പങ്കുണ്ട്. ലൂർദിലെ ഒരു ദരിദ്ര ഭവനമായിരുന്നു ബുനോർസ് കുടുംബം. ആ കുടുംബത്തിലെ 2 വയസ്സുള്ള ജസ്റ്റിൻ ജനിച്ച നാൾ തുടങ്ങി രോഗിയായിരുന്നു. സന്നിയും കോട്ടവുമാണ് പ്രധാന രോഗം. ഒരു രാത്രി രോഗം മൂർധന്യാവസ്ഥയിലെത്തി. അവന്റെ അമ്മ കുട്ടിയുടെ മരണചേഷ്ടകൾ കണ്ട് വാവിട്ടു കരഞ്ഞു. ശരീരം മരവിച്ചു. ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി. നാഡിമിടിപ്പ് നിലച്ചതുപോലെ കാണപ്പെട്ടു. കുട്ടിയുടെ അമ്മ ക്രെയിനിക്കോട്ടലിനെ ഒരു ഭാവപകർച്ചയുണ്ടായി. അവൾ വിളിച്ചു പറഞ്ഞു, ലൂർദിലെ ഗ്രോട്ടോയിലുള്ള ദിവ്യകന്യക എന്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഗ്രോട്ടോയിലേക്ക് അവൾ ഓടി. അത്ഭുത ഉറവയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ ബാലന്റെ ശിരസ് ഒഴിച്ചുള്ള ശരീരഭാഗം മുഴുവൻ അവൾ മുക്കിപ്പിടിച്ചു. കണ്ടുനിന്നിരുന്നവർ അമ്പരന്നു. മഞ്ഞുകട്ടയ്ക്ക് തുല്യം തണുപ്പുള്ള വെള്ളത്തിൽ മരണാസന്നനായ ഒരു കുട്ടിയെ മുക്കുക, ഇതിൽ കൂടുതൽ അബദ്ധം എന്താണ് ചെയ്യുവാനുള്ളത്? അവൾ കുട്ടിയെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് കണ്ടുനിന്നവർ പറഞ്ഞു. അവൾ പ്രതിവചിച്ചു, എനിക്ക് കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു, ബാക്കി നല്ലവനായ ദൈവവും പരിശുദ്ധ കന്യകയും ചെയ്യുന്നതാണ്. 15 മിനിറ്റോളം സമയം അവൾ കുട്ടിയെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചുകൊണ്ടിരുന്നതിന് ശേഷം എടുത്ത് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വന്ന ഉടനെ തൊട്ടിലിൽ കിടത്തി. കുട്ടി മരിച്ചുവെന്ന് കുട്ടിയുടെ പിതാവും മറ്റുള്ളവരും വിചാരിച്ചു. ജസ്റ്റിൻ ഗാഢ നിദ്രയിലായി. പിറ്റേ ദിവസം ഉണർന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ്. ജന്മനാ രോഗിയായിരുന്ന, അതുവരെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന ജസ്റ്റിൻ ആരോഗ്യ ദൃഢഗാത്രനായി നടന്നു തുടങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശേഷം എല്ലാ കാതുകളിലുമെത്തി. കുട്ടിയെ ചികിത്സിച്ചിരുന്ന സുപ്രസിദ്ധന്മാരായ ഡോക്ടർമാർ ഈ രോഗശമനം അത്ഭുത സംഭവമാണെന്ന് അനിഷേധ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകെ, അവിടുന്ന് അങ്ങേ ദിവ്യസുതനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ.
അങ്ങേ ദിവ്യകുമാരനെ മാതൃസഹജമായ പരിലാളനങ്ങൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു. എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു. അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി. അങ്ങേ കരതാരിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു. സ്നേഹനിധിയായ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പിനാൽ സംതൃപ്തമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ യേശുമിശിഹ ആത്മീയമായി പിറന്നു ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.